ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ബന്ദിമോചനത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ച് ഇസ്രയേലും ഹമാസും. ഗസയിൽ തടവിലാക്കപ്പെട്ട 20 ഇസ്രയേലി ബന്ദികളെ ആദ്യം മോചിപ്പിക്കും. 50 പലസ്തീൻ തടവുകാരും ഗസയിൽ നിന്നുള്ള 1700 തടവുകാരും പിന്നീട് മോചിതരാകും. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ കഴിയുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ ഗസയിലെ സമാധാനം പുലരും എന്ന് കരുതാൻ കഴിയുമോ? ഇന്നലെ ഇതേ സമയത്താണ് ഈ സമാധാന കരാർ ഒപ്പുവെച്ച ചടങ്ങിലേക്ക് ഹമാസ് പങ്കെടുക്കില്ല എന്ന് നേരിട്ട് അറിയിച്ച വാർത്ത പുറത്തുന്നത്. പക്ഷേ ഹമാസിന് നിലപാടിൽ മാറ്റമില്ല. ഈ ബന്ദിമോചനത്തിൽ അവരൊപ്പം നിൽക്കുന്നുണ്ട്, ഇസ്രായേലിനൊപ്പം നിൽക്കുന്നുണ്ട് എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും പ്രജിൻ, ബന്ദിമോചനത്തിൽ ഹമാസ് ഒപ്പം നിൽക്കുകയാണ്. കാരണം ഹമാസിന്റെ കൂടി ആവശ്യമാണ് ബന്ദികളെ മോചിപ്പിക്കുക. അവർക്കും നിരവധി ആളുകളെ അവരുടെ പക്ഷത്തേക്ക് എത്തിക്കാനുണ്ട്. അതിന്റെ കണക്ക് പ്രകാരം നടക്കും. കണക്ക് ഇങ്ങനെയാണ്: ആദ്യം 20 ബന്ദികളെ ഇസ്രായേലിന് പിടിച്ചുകൊണ്ടുപോയി 20 പേരെ ഹമാസ് ആദ്യം മോചിപ്പിക്കും. അതായിരിക്കും നാളെ ആദ്യം നടക്കുക. അത് ആദ്യം നടക്കണം എന്നാണ് ഇസ്രായേലിന്റെയും ആവശ്യം. അത് റെഡ് ക്രോസിനായിരിക്കും ആദ്യം കൈമാറുക. അവരെ റെഡ് ക്രോസിന് കൈമാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പലസ്തീനിൽ നിന്നും പിടിച്ചിട്ട് പോയിട്ടുള്ള ആളുകളെ, അതായത് ഇസ്രായേലിന്റെ കൈവശമുള്ള ബന്ദികളെ, അതിൽ 50 പലസ്തീൻ തടവുകാരും ഗസയിൽ നിന്നുള്ള 1700 തടവുകാരുമുണ്ട്. അതിൽ 2 ഡസനോളം കുട്ടികളുണ്ട്. ഇവരെ പിന്നീട്, അതായത് ആദ്യം ഇസ്രായേലിൽ നിന്നുള്ള ആളുകളെ മോചിപ്പിച്ച ശേഷം ആയിരിക്കും പലസ്തീനിലുള്ള ആളുകളെ മോചിപ്പിക്കുക. അത് ഒരുപക്ഷെ ചൊവ്വാഴ്ചയിലേക്ക് നീണ്ടുപോകാനും സാധ്യതയുണ്ട്. എന്തായാലും നാളെ ആദ്യം 20 ബന്ദികളെ, ഇസ്രായേലിൽ നിന്നുള്ള 20 ബന്ദികളെ ആയിരിക്കും നാളെ മോചിപ്പിക്കുക. 3 കേന്ദ്രങ്ങൾ വഴിയായിരിക്കും ഹമാസ് മോചനം നടത്തുക, അല്ലെങ്കിൽ ആളുകളെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. ഹമാസിന്റെ ഭാഗത്തുണ്ടാക്കുക 3 കേന്ദ്രങ്ങളാണ്. ഗസയിൽ നിന്ന് തന്നെയാണ്. അവിടെ റെഡ് ക്രോസിന്റെ ആളുകൾ ഉണ്ടാവും. റെഡ് ക്രോസിന്റെ ആളുകളുടെ കൈവശം ഹമാസ് ഈ ബന്ദികളെ കൈമാറുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വിവരങ്ങളും. മറുവശത്ത് പ്രജിൻ ചോദിച്ചതുപോലെ ഈ ബന്ദിമോചനം മാത്രമാണ് സാധ്യമാകുന്നത്. ഉച്ചകോടിയിൽ ഹമാസ് പങ്കെടുക്കില്ല. ഔദ്യോഗികമായി കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നറിയിച്ചതുകൊണ്ട് ഏറ്റവും പുതിയ വിവരം എന്ന് പറയാനുള്ളത്, ഹമാസ് പങ്കെടുക്കില്ല എന്നറിയിച്ചതുകൊണ്ട് അതിൽ ഔദ്യോഗികമായി ഇസ്രായേലും പങ്കെടുക്കാൻ സാധ്യത കുറവാണ്. ഇനി ഇപ്പോൾ ഏതാണ്ട് 20 ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളും ട്രംപ് മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ ട്രംപും ഖത്തറും ഈജിപ്തും, അങ്ങനെ ട്രംപും ഖത്തറും ഈജിപ്തും പിന്നെ 20 ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളുമായിരിക്കും ഈ ഉച്ചകോടിയിൽ, സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഈ ഉച്ചകോടി ഉടമ്പടിയാക്കി മാറ്റുന്ന ചടങ്ങിൽ പങ്കെടുക്കുക. അവിടെ ഹമാസിന്റെയും ഇസ്രായേലിന്റെയും ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് സമാധാന കരാർ പ്രാബല്യത്തിൽ വരും. പക്ഷേ ഹമാസ് ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഹമാസ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും. കാരണം ഹമാസിന്റെ ആഗ്രഹം ഗസയുടെ അധികാരത്തിൽ അവർക്ക് കൂടി പങ്ക് വേണം. ആ പങ്കിന് അവർക്ക് ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് അവർ ഏതാണ്ട് അവരുടെ 7000-ഓളം സായുധ പോരാളികളെ ഇപ്പോഴും ഗസയിൽ വിന്യസിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഗസയുടെ അധികാരം പങ്കിടുന്ന കാര്യത്തിൽ ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യത്തോട് ഹമാസിന്റെ പ്രതികൾ ഇപ്പോഴും അതിനോട് അനുകൂലമായിട്ടല്ല പ്രതികരിക്കുന്നത്. ആ പ്രതികരണം അത്ര സുഖകരമല്ല കാര്യങ്ങൾ. പക്ഷേ ബന്ദികളുടെ മോചനം മാത്രമായിരിക്കും നാളെയും മറ്റന്നാളുമായി സാധ്യമാകുക. എന്തായാലും ഇസ്രായേലിന്റെ ബന്ദികളെയും ഹമാസിന്റെ ബന്ദികളെയും നാളെയും മറ്റന്നാളുമായി മോചിപ്പിക്കും. അതിനുശേഷമായിരിക്കും ട്രംപ് കൂടി പങ്കെടുക്കുന്ന സമാധാന ഉച്ചകോടി ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.